ഫെബ്രുവരി 1 നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്തൊരു വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഫെബ്രുവരി മാസം 1 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ അപ്പോൾ അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയണമെന്ന് അവരും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായി ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഇവിടെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു വളർച്ചാ മുരടിപ്പുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ പത്രം എടുത്താലും വരുന്ന വാർത്ത, അതുപോലെ നിങ്ങളുടെയൊക്കെ ചാനലുകളിലും പത്രങ്ങളിലും ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നത് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ്. അപ്പോൾ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നമ്മുടെ നാട്ടിൽ മൂലധന നിക്ഷേപം വേണം, കൂടുതൽ ആൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വേണം. അതിനുള്ള കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നേരത്തെ വന്ന കണക്കനുസരിച്ച് ഇന്ത്യയുടെ വളർച്ചയുടെ പ്രതീക്ഷ ഈ വർഷം ഉണ്ടാവുന്ന 7% വരുന്ന സാമ്പത്തിക വളർച്ച 6.5-നപ്പുറേക്കും പോയില്ല എന്ന് പറയുന്നു. ഒന്നാമത്തെ ക്വാർട്ടറിൽ ആദ്യത്തെ 3 മാസം 7% ഉണ്ടായിരുന്ന വളർച്ച രണ്ടാമത്തെ ക്വാർട്ടറിൽ അത് 2.1% ആയി. വലിയ തോതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഇടിവ് വന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളൊരു തകർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തെ എല്ലാ മേഖലയിലും സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിനകത്ത് കൂടുതൽ മൂലധന നിക്ഷേപം വേണം, കൂടുതൽ പണം ഉണ്ടാവണം, പലിശയുടെ കാര്യത്തിനകത്ത് കുറവ് വരുത്തുന്ന തീരുമാനം വേണം, ബോറോയിങ്ങിന് സംസ്ഥാനങ്ങളെ കൂടുതൽ അനുവദിക്കണം, കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതാണ് ഞങ്ങൾ പൊതുവിൽ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓരോന്നും പറയുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിന് ഏറ്റവും വലിയ വെട്ടിക്കുറവാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വന്നത്. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ പത്രങ്ങൾ തന്നെ എഡിറ്റോറിയൽ എഴുതിയിരുന്നു, കേരളത്തിന് അർഹമായ തുക ലഭിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാ പത്രപ്രവർത്തക സുഹൃത്തുക്കളും മാധ്യമങ്ങളും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും എല്ലാം പറയുന്നതാണ്, കേരളത്തിന് അർഹമായ തുക കിട്ടുന്നില്ല. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതിയെ നമുക്ക് ശതമാന കണക്കിൽ കിട്ടുന്നുള്ളൂ. കേരളത്തിന് തുല്യമായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾക്ക് ഏകദേശം ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്. എന്നാൽ കേരളത്തിന് ആ തുക കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് നികുതിയുടെ ഭാഗമായിട്ട് തരുന്ന പണം കുറഞ്ഞു. റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ റവന്യൂ ചെലവിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിൽ 63%-ലധികവും ചെലവാക്കുന്നത് സ്വന്തമായ വരുമാനത്തിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നു കേരളത്തിന്. ആകെ 100 രൂപ ചെലവാക്കുമ്പോൾ 63 രൂപയും കേരളം തനതായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ത്യൻ ആവറേജ് മറ്റു പല സംസ്ഥാനങ്ങളും 53 ചെലവാക്കേണ്ടി വരുന്നുള്ളൂ. ചില സംസ്ഥാനങ്ങൾ 30-40% ചെലവാക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ കേന്ദ്രത്തിൻ്റെ പലതരത്തിലുള്ള ഗ്രാൻറ്റും ടാക്സ് ഡിവിഷനുമാണ്. കേരളത്തിന് ഇത് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളാരും പറഞ്ഞതല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ചാണ്. അതുകൊണ്ട് ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ്, GSTയുടെ വെട്ടിക്കുറവ്, 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു, 24,000 കോടി. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തരും, പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭാഗമെങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ആദ്യ ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു, ആന്ധ്രയ്ക്കും ബീഹാറിനും. നിങ്ങൾക്കറിയാം, നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും കേരളം തനതായി ഉണ്ടാക്കേണ്ടി വരുന്ന പണത്തിൻ്റെ പകുതി പോലും ഉണ്ടാക്കേണ്ടി വരാത്ത സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കത് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്, ഈ വയനാടിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്തിപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെൻറ്റൊക്കെ അവർ നടത്തി. അങ്ങനെ ദുരിതം ഇച്ചിരി കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് തന്നതല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല. 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചതാണ്. ഇത് കൂടാതെ ധനകാര്യ വകുപ്പിൻ്റെ ആയിട്ട് ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ വിളിച്ചപ്പോൾ ഈ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അത് 2,000 കോടിയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് എനിക്ക് വളരെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ പറയാനുള്ളത്.